തംബ്നെയിലിൽ കണ്ടിട്ട് എന്താണ് പഠിക്കാനും പഠിപ്പിക്കാനും പോകുന്നത് എന്ന് ആലോചിച്ച് വന്നവരുണ്ടോ? കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മിഷനിൽ ഓയിലിട്ട് കൊടുക്കുന്ന രീതി കാണിച്ചു തരാനാണ് വന്നത്. അതിൽ പഠിക്കാനും പഠിപ്പിക്കാനും എന്താണെന്ന് വെച്ചാൽ ഞാനിത് ജസ്റ്റ് കണ്ടും കേട്ടും ഉള്ള അറിവിൽ തനിയെ ഇങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങൾ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും അഡീഷണലായിട്ട് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ചെയ്യണ്ട എന്നുള്ളെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരാനും അത് തിരുത്താനും പിന്നെ എൻ്റെ അത്ര പോലെ അറിയാത്തവർക്ക് ഉപകാരമാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പം ഞാൻ ഈ യൂസ് ചെയ്യുന്ന ഓയിലുണ്ടല്ലോ, ഇത് നമ്മൾ പുറത്ത് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 50 രൂപ എങ്ങാണ്ടേ ഉള്ളൂ ഇത്രയും സാധനത്തിന്. അപ്പോൾ ഇത് വാങ്ങാൻ പറ്റില്ല എന്നുള്ളവർക്ക് വീട്ടിൽ മണ്ണെണ്ണയും വെളിച്ചെണ്ണയും സമാസമമായിട്ട് എടുത്തതിന് ശേഷം അത് വേണമെങ്കിൽ യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുറത്തുള്ള നൂലും അടിയിലുള്ള നൂലുണ്ടല്ലോ, അടിനൂല്, അത് രണ്ടും മാറ്റി വെക്കണം. അതിന് ശേഷം ഇതേപോലെ വീലൊന്ന് കറക്കിയിട്ട് അവിടെ ഇങ്ങനെ പൊങ്ങിയും താഴെയും ചെയ്യുന്ന ആ ഒരു നീഡിലുണ്ടല്ലോ, അതിലും അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പ്രഷർ ഫൂട്ടിൻ്റെ നേരെ മേളിലുള്ള ആ ഒരു സംഭവത്തിൽ നമ്മൾ കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതെനിക്ക് നന്നാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മെഷീൻ ഇടയ്ക്ക് ചീത്തയായപ്പോഴത്തേക്കും വീട്ടിലാൾ വന്ന് നന്നാക്കി തന്നെ. ഇങ്ങനെ പുറമേ ഇങ്ങനെ നന്നാക്കാനുണ്ടോ എന്ന് അങ്ങനെ പോയപ്പോഴത്തേക്കും ഒരാളെ വിളിച്ച് കാണിച്ചപ്പോൾ ആ ആളാണ് പറഞ്ഞത് ഇതിലൊക്കെ നല്ല കുറച്ചധികമായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റക്കാവാനുള്ള പ്രഷർ ഫൂട്ട് അനങ്ങാതിരിക്കാനുള്ള പ്രശ്നമൊക്കെ വരും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അതിലും പിന്നെ അതിൻ്റെ ചുറ്റുമൊക്കെ കുറച്ച് ഹോൾസൊക്കെ കാണുമല്ലോ, നമ്മൾ സ്ക്രൂ ഒക്കെയാണ് അതിനകത്തുണ്ടായിരിക്കുക. അതിലെല്ലാത്തിലും മേളിലുള്ള എല്ലാ പോർഷനിലും ഹോളിലും ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കും. പിന്നെ നമ്മുടെ പല്ലുണ്ടല്ലോ, പല്ല് വരുന്ന നമ്മുടെ പ്രഷർ ഫൂട്ടിൻ്റെ താഴെ അതിലും ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയൊക്കെ വിട്ട് കൊടുക്കണം. അപ്പോഴേ നമുക്ക് എല്ലായിടവും ആ ഓയിൽ എത്തത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ പ്ലേറ്റ് ഉണ്ടല്ലോ, ടെൻഷൻ, അതിൻ്റെ ആ പ്ലേറ്റിൻ്റെ ഇടയിലും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ തൊട്ട് മേളിൽ ഇങ്ങനെ മേളിലോട്ടും താഴോട്ടും ആടണ സാധനത്തിലൊക്കെ പേര് പറഞ്ഞുതരാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അതിലൊക്കെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കും. ഇനി നമുക്ക് ആ വീലിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, ഇതിനെ ഒന്ന് ജസ്റ്റ് ലൂസാക്കി ഉയർത്തി വെക്കുമ്പോൾ അകത്ത് നമുക്ക് വരുന്നതെല്ലാം എല്ലാ സ്ക്രൂവിലും നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ വീല് കറക്കി നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പുറമെ മാത്രം ഒഴിച്ചു കൊടുക്കാതെ വീല് കറക്കി അതിൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ കിട്ടുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ഭാഗമൊക്കെ ഒന്ന് ടൈറ്റായിരിക്കുന്ന എല്ലാം നമ്മൾ ഓൾറെഡി ഒഴിച്ച ഓയിലിൽ പൊടിയും കാര്യങ്ങളും എല്ലാം കാണും, അതൊക്കെ ഒന്ന് മാറിയിട്ട് വീണ്ടും ഒന്ന് ടൈറ്റായിട്ടിരിക്കുന്നതൊക്കെ ലൂസാവാൻ സഹായിക്കും. പിന്നെ അതാ ഈ കാണുന്ന അതിനകത്തും ഒരു സ്ക്രൂ ഉണ്ട്, അതിൻ്റെ താഴെയും കുറച്ച് സ്ക്രൂകളുണ്ട്. ഈ സ്ക്രൂകളിലൊക്കെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ആ സ്ക്രൂ ടൈറ്റായിട്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ലൂസായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വീല് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കറക്കി കൊടുക്കുന്നത്. ഞാൻ ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യേണ്ട എന്നുണ്ടെങ്കിലോ നിങ്ങൾ ഉറപ്പായിട്ട് എനിക്ക് കമൻറ്റിലൂടെ എൻ്റെ അടുത്ത് പറയണം. അങ്ങനെ ഞാൻ അതൊന്ന് ചെയ്തതിന് ശേഷം വീണ്ടും ജസ്റ്റ് മേളിലുള്ള അതിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഓയിലിട്ട് കൊടുക്കും. ഓയിൽ കൂടുതലായി പോയി എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ താഴെയുള്ള വീലുണ്ടല്ലോ, ഈ വീലിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ചവിട്ടുമ്പം കറങ്ങുന്ന അവിടുത്തെ പൊടിയൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അവിടെയും കൂടെ നമുക്ക് ഭയങ്കര ടൈറ്റ് ആവാതെ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്തും ഈ കാണുന്ന പോലെ കാല് വയ്ക്കുന്ന ആ ഒരു ഭാഗത്തും പൊടിയൊക്കെ തുടച്ചു കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓയിലിട്ട് കൊടുക്കും. അത് അങ്ങനെ ഒഴിക്കണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കത് പേഴ്സണലി കുറച്ച് നമ്മളിങ്ങനെ ചവിട്ടുന്നതിലൊക്കെ ഒരു അശവ് വരുമെന്ന് പറയില്ലേ, ഒന്ന് ടൈറ്റ് ആവാതെ ഒന്ന് ലൂസ് ആവുമെന്ന് പറയില്ലേ, അതേപോലെ ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ അവിടെയും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മെഷീനെ പയ്യെ ഇങ്ങനെ ഉയർത്തി അതിൻ്റെ അടിഭാഗത്തുള്ള എല്ലാ സ്ഥലത്തും, പണ്ട് ഞാനിതിങ്ങനെ ചെയ്യത്തില്ലായിരുന്നു, എനിക്ക് മെഷീൻ നന്നാക്കാൻ വന്ന ആൾ ഇതെല്ലാം അഴിച്ച് പറക്കി സോപ്പ് വെള്ളത്തിലിട്ട് തേച്ചൊരച്ച് കഴുകി തന്നിട്ട് ഈ ഭാഗത്തൊക്കെ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നോക്കി അതിനകത്ത് പൊടിയോ നൂലോ എന്തെങ്കിലും തങ്ങി നിൽക്കണമെങ്കിൽ അതെല്ലാം മാറ്റിയതിന് ശേഷം ഈ ഭാഗം ഇതെല്ലാം നമ്മൾ മെഷീൻ ചവിട്ടുമ്പം മൂവ് ആവുന്ന സ്ക്രൂകളാണ്. അപ്പോൾ ഇതെല്ലാം അല്ല, എന്നാൽ അങ്ങനത്തെ സ്ക്രൂകളും കാണും. നമ്മൾ അവിടെയൊക്കെ ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്താലേ നമുക്ക് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചേഞ്ച് കിട്ടും, അതായത് ഒരു സോഫ്റ്റ്നെസ് കിട്ടും, നമുക്കൊരു ഈസി ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം എനിക്കിതെല്ലാം ഇതിന് മുന്നേ ആണെങ്കിൽ എല്ലാം പൊടിയടിച്ചാണ് ഇരുന്നത്, ഇതെല്ലാം എനിക്ക് അങ്കിൾ തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ച് തന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഭാഗങ്ങളിൽ ഈ സ്ക്രൂകളിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അത് മുടിവി ടൈറ്റായിട്ടിരിക്കും, നമുക്ക് നന്നാക്കാനായിരുന്നാലും ഈസി ആയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ആ സ്ക്രൂകളിലും ജസ്റ്റ് ഒന്ന് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഓക്കെ തിരിച്ച് അതേപോലെ വെച്ചതിന് ശേഷം ഈ പുറമെ ആയിരിക്കുന്ന ഓയിലൊക്കെ ഞാൻ ജസ്റ്റ് ആ ഓയിൽ കൊണ്ട് തന്നെ ഇതിൻ്റെ പുറമെ എല്ലാം ഒന്ന് തുടച്ച്
തുടച്ച് വൃത്തിയാക്കി കൊടുക്കും. ഓയിൽ കളയാൻ വേണ്ടിയിട്ടല്ല, ആ ഓയിൽ എല്ലായിടും ഒന്ന് ഈവനായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുന്നതാണ്. കാരണം പൊടിയൊക്കെ മാറി കുറച്ചുകൂടെ ഒന്ന് നല്ല ഷൈനായിട്ടിരിക്കും. നമുക്ക് ആ ഓയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുക്കുമ്പോഴത്തേക്കും മനസ്സിലാവും. അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഈ മിഷ്യൻ നന്നാക്കി കിട്ടിയപ്പോഴത്തേക്ക് ആ ആൾ എനിക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്ത് മുഴുവൻ ഓയിൽ വെച്ച് തുടച്ചതുപോലെയാണ് എനിക്കത് കിട്ടിയത്. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കുമായിരിക്കും. അതുകൊണ്ട് ഞാനും അങ്ങനെ ഓയിലൊക്കെ വെച്ച് തുടയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തയ്ക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണി കൊണ്ടുവന്ന് നമ്മളത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെക്കണം. ഞാനിത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ അങ്ങ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും, ഓയിലൊക്കെ അതിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇത് മൂടിയിടുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ചില വേട്ടാവളിയന്മാർ വന്ന് കൂട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് മൂടിയിടുന്നത്. ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ ഈ ഒരു മിഷ്യൻ കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, അതിനകത്തൊരു വലിയ കൂടുണ്ടായിരുന്നു. ഈ ചെളിക്കട്ടയൊക്കെ കൊണ്ട് കൂട് വയ്ക്കുന്ന സാധനത്തിന് ഞങ്ങൾ പറയുന്നതാണ് വേട്ടാവളിയനെന്ന്. അപ്പോൾ പിന്നെ അത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്നാൽ പിന്നെ അത്രയുള്ളൂ ഗൈസ്. ടാറ്റാ.